ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് കിടക്കും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. സ്ട്രോബെറി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, 500 ml പാല്, 3½ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ വേണ്ടത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, വാനില എസൻസ്. സ്ട്രോബെറി എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതില്ലെങ്കിലും നമ്മളെ പുഡിങ് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്യണം. നമ്മളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഈ സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ 6 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ചൂടാക്കാൻ വെക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ച് അപ്പോഴന്നെ ഓഫ് ചെയ്യരുത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ടിട്ട് കുറച്ച് നേരം വെച്ച് ഒന്നുകൂടി തിളപ്പിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അത് ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്ത് വെച്ച പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ മൊത്തം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്ന് വിചാരിച്ച് ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്ട്രോബെറി തിളപ്പിച്ചിട്ടുള്ള അതേ സോസ് പാനിലോട്ട് നമ്മൾ ബാക്കി വരുന്ന പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാക്കി എടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ട്രോബെറി പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ടൈറ്റ് ആണോ, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതങ്ങനെ നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് സോസ് പാനിലുള്ള ഫുൾ മിക്സ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മാറ്റി വെക്കണം, അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി മിക്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കോൺഫ്ലവറിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞത് ഒന്ന് ചൂടാക്കി എടുക്കണം, എന്നാലേ ആദ്യത്തെ ലെയറുമായിട്ട് അതൊന്ന് ഒട്ടി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ആദ്യത്തെ ലെയറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും എത്തിക്കാൻ പറ്റും. എല്ലാ ഭാഗത്തും
ഭാഗത്ത് സ്പ്രെഡാക്കിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 2 ഹവറെങ്കിലും നമ്മൾ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലേ 2 ലെയറും കൂടെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുള്ളൂ. നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കുക്കാണ്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റിയാണ്. ആദ്യത്തെ ലെയറിൽ ഇച്ചിരി പുളിയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതും താഴത്തെ ലെയറും കൂടെ മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഞാൻ 2 ലെയർ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.